ബഹുമാനികളെ, ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്കൊക്കെ കുട്ടികൾ ജനിച്ചാൽ ആ കുട്ടികൾക്ക് പേരിടുക എന്നുള്ളത് സുന്നത്തായൊരു കർമ്മമാണ്. പക്ഷേ ആ പേരിടുക എന്നുള്ള കാര്യം പലരുടെയും മുന്നിൽ ഇന്നൊരു സങ്കീർണമായ പ്രശ്നമാണ്. പലരും അബദ്ധവശാൽ ഈ പേരിടുക എന്നുള്ള വിഷയത്തിൽ പല അനർത്ഥങ്ങളും ചെയ്തു പോകുന്നു. അതിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു 9 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരുപാട് വിശാലമായ വിഷയമാണെങ്കിലും വളരെ അടിസ്ഥാനപരമായി ഏതൊരു മുസ്ലിമും ഏതൊരു രക്ഷിതാവും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 9 കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി വിവരിക്കുകയാണ്. ഇത് മുഴുവൻ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം, എന്ന് പേരിടണം എന്നതാണ്. നമുക്കൊരു കുട്ടി ജനിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് എന്നാണ് നമ്മൾ പേരിടേണ്ടത്? പലരും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് പേരിടാറുള്ളത്, ചിലർ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് പേരിടാറുള്ളത്. എന്നാൽ അതിലെ സുന്നത്തായ രൂപം എന്താണ്? നബി തങ്ങൾ പഠിപ്പിച്ച കാര്യം എന്താണ്? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ആ കുട്ടി ജനിച്ച അന്ന് തന്നെ പേരിടലാണ് സുന്നത്ത്. എന്നാൽ ഒരാൾ അക്കീക്കത്ത് അറക്കുന്നു എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, അഥവാ അക്കീക്കത്ത് അറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ജനിച്ച ദിവസം മുതൽക്ക് 7ാമത്തെ ദിവസമാണ് പേരിടേണ്ടത്. 7ാമത്തെ ദിവസം അക്കീക്ക അറക്കുന്നതോടൊപ്പം ആ കുട്ടിക്ക് പേരിടണമെന്നാണ്. അന്ന് തന്നെയാണ് ആ കുട്ടിയുടെ മുടി കളയുന്നതും സുന്നത്ത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ക്രമത്തോടെ ചെയ്യൽ, ക്രമപ്രകാരം ചെയ്യലും കൂടി സുന്നത്തുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫ പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി കാണാം, ആദ്യമായിട്ട് പേരിടുക, 2ാമതായി അറവ് നടത്തുക, 3ാമതായി മുടി കളയുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പേരിടുക എന്നുള്ളതാണ്. അപ്പോൾ അക്കീക്ക അറുക്കാൻ ഉദ്ദേശിക്കാത്ത ആൾ കുട്ടി ജനിച്ച ആ ദിവസം തന്നെയാണ് പേര് വെക്കേണ്ടത്. അക്കീക്ക അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ 7ാം ദിവസമാണ് അക്കീക്ക അറുക്കൽ സുന്നത്ത്, അതിനോട് കൂടെയാണ് പേരിടേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി 2ാമത്തെ കാര്യം, മരിച്ച കുട്ടികൾക്കും പേരിടണമെന്നാണ്. പലർക്കും ഇത് അറിയാത്ത കാര്യമാണ്, പലരും ഇത് ശ്രദ്ധിക്കാറില്ല. കുട്ടി ജനിച്ച് ഉടനെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പേരിടാതെ ആ കുട്ടിയെ മറവ് ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പേരിടൽ സുന്നത്താണ്. മരിച്ച കുട്ടിക്ക് പോലും പേരിടൽ സുന്നത്താണ്. കാരണം പാരത്രിക ലോകത്ത് ഓരോരോ ജന്മങ്ങളെ, ഓരോരോ കുട്ടികളെയും അവരുടെ പേരും പിതാവിൻ്റെ പേരും കൂട്ടിയിട്ടാണ് വിളിക്കപ്പെടുക. അതുകൊണ്ട് കുട്ടികൾക്ക് മരിച്ചാലും ആ കുട്ടികൾക്ക് പേരിട്ടുകൊണ്ടാണ് മറവ് ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, ഫിഖിഹിൻ്റെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, മരിച്ചുകൊണ്ടാണ് വയറ്റിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വന്നത് എങ്കിൽ പോലും 140 ദിവസത്തിന് ശേഷമാണെങ്കിൽ, അഥവാ ഒരു കുട്ടിയിൽ റൂഹൂതപ്പെടുന്ന കാലഘട്ടത്തിന് ശേഷമാണ് കുട്ടി പുറത്തേക്ക് വന്നതെങ്കിൽ, ആ കുട്ടി മരിച്ചുകൊണ്ട് വന്നതാണെങ്കിലും ശരി, ആ കുട്ടിക്കും പേരിട്ടതിന് ശേഷമേ മറവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ് എന്നർത്ഥം. അപ്പോൾ ഈ കാര്യം 2ാമത്തതാണ്. ഇനി 3ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പേരിടുമ്പോൾ നല്ല പേരിടണം എന്നതാണ്. നമുക്കറിയാം പേരിടൽ സുന്നത്താണ്, എന്നാൽ പേര് നന്നാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. നല്ല പേരിടുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണ്. പേരിടൽ വേറെ സുന്നത്താണ്, നല്ല പേരിടുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ്. ഇന്നക്കും തുദഊന യൗമൽ ഖിയാമ ബി അസ്മായിക്കും വ അസ്മായി ആബായിക്കും. നബി തങ്ങൾ പറഞ്ഞു, നാളെ പാരത്രിക ലോകത്ത് നിങ്ങളുടെ പേരുകളും നിങ്ങളുടെ പിതാക്കളുടെ പേരുകളും വിളിക്കപ്പെടും. അഥവാ നിങ്ങളുടെ പേരുകളെ പിതാവിലേക്ക് ചേർത്തിക്കൊണ്ട് വിളിക്കപ്പെടും. അതുകൊണ്ട് ഫഹസ്സിനു അസ്മാഅക്കും, നിങ്ങളുടെ പേരുകൾ നിങ്ങൾ നന്നാക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ല പേരുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ട സുന്നത്തുമാണ്. നല്ല പേര് എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഭംഗിയുള്ള പേര് എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ എഴുതി കാണുമ്പോൾ ഭംഗിയുള്ള പേര് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിൻ്റെ അർത്ഥം ഭംഗിയുള്ളതായിരിക്കണം, അതിനുള്ള അർത്ഥം മനോഹരമായിരിക്കണം. അതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ല അർത്ഥമുള്ള, അല്ലെങ്കിൽ മഹാന്മാർക്ക് വെക്കപ്പെട്ട പേരുകളാണ് കുട്ടികൾക്ക് നാം വെക്കേണ്ടത്. പലരും ഇന്ന് പല അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് കേൾക്കാൻ രസമുള്ള, അല്ലെങ്കിൽ കുറച്ച് ഫാഷനായ പേരുകളിടാൻ ശ്രമിക്കുന്നു. പക്ഷേ പല അനർത്ഥങ്ങളും അതിൻ്റെ പേരിൽ സംഭവിച്ചു പോകുന്നു. ഒരുപാട് മോശമായ അർത്ഥങ്ങൾ അതിൽ വന്നു ചേരുന്നു.
അതുകൊണ്ട് അപലക്ഷണമുണ്ട്, ശേഷം ഞാനത് വിവരിക്കാം. അപ്പോൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ അറിയുന്നവരോട് ചോദിച്ചുകൊണ്ട് പേരിടുക. 4 അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് ഒരു പദമുണ്ടാക്കി ആ പദത്തിന് അർത്ഥം കണ്ടെത്തുന്ന രീതിയാണ് ഇന്ന് പലരും അനുകരിച്ചു വരുന്നത്. അതൊരിക്കലും ശരിയല്ല. അറബിയിൽ 4 അക്ഷരങ്ങൾ ഏതെങ്കിലും തലയിൽ കൂട്ടിവെച്ചാൽ അതിന് അർത്ഥമുള്ളൊരു പേരായി മാറണമെന്നില്ല. അതിന് ചിലപ്പോൾ മോശമായ അർത്ഥങ്ങൾ വന്നു ചേരാനും ഇടയുണ്ട്. അതുകൊണ്ട് അവലംബയോഗ്യമായ ഗ്രന്ഥങ്ങൾ അവലംബിക്കാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ അവലംബിക്കാം, എന്നിട്ട് നല്ല പേരുകൾ ഇടുക. അല്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ചതിന് ശേഷം മാത്രം കുട്ടികൾക്ക് പേരിടുക. ഇനി 4ാമത്തെ കാര്യം, ആരാണ് പേരിടേണ്ടത് എന്നതാണ്. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറയുന്നത് കാണാം, ഇന്ന തസ്മിയ ഹക്കുമൻ ലഹുൽ വിലായ, ഇന്ന തസ്മിയ ഹക്കുമൻ ലഹുൽ വിലായ. തീർച്ചയായിട്ടും പേരിടുക എന്നുള്ളത് ആർക്കാണ് വിലായത്ത്, ആ കുട്ടിയുടെ അവകാശം, അധികാരമുള്ളത് അയാളുടെ അവകാശമാണ്. മിനൽ അബി അവിൽ ജദ്ദി, അഥവാ പിതാവിൻ്റെ അവകാശമാണ്. ഒരു കുട്ടിക്ക് പേരിടുക എന്നുള്ളത് ആ കുട്ടിയുടെ പിതാവിൻ്റെ അവകാശമാണ്. അഥവാ ബാപ്പയും ഉമ്മയും കുട്ടിക്ക് പേരിടുന്ന കാര്യത്തിൽ തർക്കിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇത് പ്രസക്തമാകുന്നത്. അത് ബാപ്പയുടെ അവകാശമാണ് എന്ന് ശറഈൻ്റെ ഭാഷ്യം. അപ്പോൾ അത് അനുകരിക്കുകയാണ് അവിടെ വേണ്ടത്. അത് ബാപ്പാൻ്റെ അനുമതി പ്രകാരം മറ്റാർക്കും പേരിടുന്നത് കൊണ്ട് വിരോധമില്ല. ബാപ്പാൻ്റെ തൃപ്തിയോടുകൂടെ ഉമ്മാക്ക് പേരിടാം, അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കൾക്ക് പേരിടാം, ആർക്കും പേരിടാവുന്നതാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു തർക്കം വന്നാൽ അത് ബാപ്പാൻ്റെ അവകാശമാണ് എന്നാണ് ശറഅ് പറയുന്നത്. അങ്ങനെ ബാപ്പയില്ലെങ്കിൽ സുമ്മൽ ജദ്, പിന്നെ വല്ലിപ്പാൻ്റെ അവകാശമാണ് എന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം. ഇനി 5ാമത്തെ കാര്യം, പേരിൽ അപലക്ഷണമുണ്ട്. നല്ല പേരിട്ടിട്ടില്ലെങ്കിൽ ആ പേര് പോലെ കുട്ടി വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നല്ല പേരിട്ടാൽ ആ പേര് പോലെ കുട്ടി നന്നാകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം ഹദീസുകളിൽ ഈ കാര്യം വ്യക്തമാണ്. അതിനൊരു ഉദാഹരണം പറയാം. നബിതങ്ങൾ ഒരു യാത്രമധ്യേ ഒരു സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ലയോ സ്വഹാബ, ആ പർവ്വതത്തിൻ്റെ പേരെന്താണ്? യാത്രമധ്യേ നബിതങ്ങൾ ഒരു പർവ്വതം കണ്ടു, ആ പർവ്വതത്തിൻ്റെ പേരെന്താണ്? കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഫാലിഹ്, ഫാലിഹ് എന്നാണ് ആ മരത്തിൻ്റെ പേര്. മറ്റൊരാൾ പറഞ്ഞു മുഖസി എന്നാണ് ആ പർവ്വതത്തിൻ്റെ പേര്. രണ്ടും മോശമായ അർത്ഥങ്ങളുള്ള പദങ്ങളാണ്. ഫാലിഹ് എന്ന് പറഞ്ഞാൽ വഷളായത്, മുഖസി എന്ന് പറഞ്ഞാൽ നിന്ദ്യമായത് എന്നാണ് അർത്ഥം. നബി തങ്ങൾ ആ പർവ്വതത്തിൻ്റെ അടുത്ത് നിന്ന് മാറി നടന്നു എന്നാണ് ഹദീസ്. ആ പർവ്വതത്തിൻ്റെ ചാരത്തുകൂടെ നബി തങ്ങൾ പോയില്ല. ആ പർവ്വതത്തിൻ്റെ പേര് കേട്ടപ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് മാറി നടന്നു. ഈ സംഭവം സീറത്ത് ഇബ്നു ഹിഷാമിൽ 2ാം വാള്യത്തിൽ 304-ാമത്തെ പേജിൽ ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണാം. 6ാമത്തെ കാര്യം, അമ്പിയാക്കളുടെ പേരുകൾ സ്വീകരിക്കുക എന്നാണ്. അതിൻ്റെ മഹത്വമുണ്ട്. അമ്പിയാക്കളുടെ പേരുകൾ സ്വീകരിക്കുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നാളെ സത്യവിശ്വാസികൾ അവർ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ അവർ നരകത്തിലേക്ക് ആദ്യം പ്രവേശിപ്പിക്കപ്പെടും. ആ നരകത്തിൽ നിന്ന് പിന്നെ അവരെ മോചിപ്പിക്കപ്പെടും. ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ ആദ്യം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് അമ്പിയാക്കളുടെ പേരുകൾ സ്വീകരിച്ച ആളുകളെയായിരിക്കും. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, ദാവൂദ് നബിയെ പോലെ, യൂസുഫ് നബിയെ പോലെ, അങ്ങനെ ധാരാളം പ്രവാചകന്മാർ കടന്നുപോയി. അവരുടെ പേരുകൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പുണ്യമാക്കപ്പെട്ട സുന്നത്താണ്. അത് ശ്രദ്ധിക്കുന്നത് വളരെയധികം കരണീയമാണ്. അതേപ്രകാരം തന്നെ 7ാമത്തെ കാര്യം, മുഹമ്മദ് എന്ന പേര് സ്വീകരിക്കുക എന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര് സ്വീകരിക്കുന്നതിന് ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ കാന ലഹു സലാസത്തും മിനൽ ഉൽദി വലം യുസമ്മി അഹദഹും ബി മുഹമ്മദ് ഫഖദ് ജഹില. ഒരാൾക്ക് 3 മക്കളുണ്ടായിട്ട് ഒരു മകൻക്ക് പോലും മുഹമ്മദ് എന്ന് പേരിടാത്തവൻ ഫഖദ് ജഹില, അവൻ അവിവേകം പ്രവർത്തിച്ചു പോയി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് എന്ന പേര് സ്വീകരിക്കുന്നതിൻ്റെ മഹത്വത്തെയാണ് ഇത് വിളിച്ചോതുന്നത്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഷെർവാനി പോലുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്.
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന് പേര് സ്വീകരിച്ച ഒരാളുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് ഖൈറായ ഭക്ഷണം നൽകപ്പെടുന്നതാണ്. ആ വീട്ടുകാർക്ക് മുഴുവൻ ഇവൻ്റെ കാരണത്തിനാൽ ഖൈറായ ഭക്ഷണം നൽകപ്പെടും എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അതേപ്രകാരം തന്നെ മുഹമ്മദ് എന്ന പേര് ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് മുഹമ്മദ് എന്ന, ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ ആദരിക്കണം, ആ കുട്ടിയെ ബഹുമാനിക്കണം എന്ന് പോലും മഹത്തുക്കൾ പറഞ്ഞു വച്ചു. ഇദാ സമ്മൈതു മുഹമ്മദ, നിങ്ങളൊരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ഫലാ തദ്രിബൂഹു വലാ തുഹരിമൂഹു, അകാരണമായി ആ കുട്ടിയെ നിങ്ങൾ അടിക്കാൻ പാടില്ല, അകാരണമായി അവൻ്റെ അവകാശങ്ങളെ നിങ്ങൾ വിലങ്ങാൻ പാടില്ല, അവനക്ക് കൊടുക്കാൻ എന്തെങ്കിലും ചോദിച്ചാൽ അനുവദനീയമായ കാര്യങ്ങളാണെങ്കിൽ അതിനെ വിലങ്ങാൻ പാടില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എട്ടാമത്തെ കാര്യം, ഹറാമായ പേരുകൾ ഒഴിവാക്കണമെന്നതാണ്. പേരുകളിൽ ഹറാമായ പേരുകൾ ഉണ്ടാകാം, അത് വന്നു ചേരാം. അങ്ങനെ വന്നു ചേരുന്നത് ശ്രദ്ധിക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. അബ്ദ് എന്നുള്ളതിൻ്റെ അർത്ഥം അടിമ എന്നാണ്. അടിമ എന്നുള്ള ആ പദം അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റേതെങ്കിലും വിശേഷ ഗുണങ്ങളിലേക്കും മറ്റേതെങ്കിലും പേരുകളിലേക്ക്, അള്ളാഹുവിൻ്റെ തന്നെ മറ്റേതെങ്കിലും പേരുകളിലേക്ക് ചേർത്തിയിട്ടോ പേരിടാനേ പാടുള്ളൂ. അബ്ദുള്ള, അബ്ദുറഹ്മാൻ തുടങ്ങി അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അബ്ദ് പ്രയോഗിക്കേണ്ടത്. നേരെ മറിച്ച് അബ്ദിനെ മറ്റെന്തെങ്കിലും വസ്തുക്കളിലേക്ക്, അത് മഹത്വമുള്ളതാവട്ടെ, അത് പ്രവാചകന്മാരാവട്ടെ, അല്ലെങ്കിൽ മറ്റേത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാവട്ടെ, അതിലേക്ക് ചേർത്തിക്കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മാത്രമേ അടിമകളുള്ളൂ, അള്ളാഹു മാത്രമാണ് യജമാനൻ. അതുകൊണ്ട് അബ്ദുൽ നബി എന്ന് പേരിടാൻ പാടില്ല, അത് ഹറാമാണ്. അബ്ദുൽ കഅബ എന്ന് പേരിടാൻ പാടില്ല, അബ്ദുൽ ഹജർ എന്ന് പേരിടാൻ പാടില്ല. ഒരിക്കൽ ഒരു നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ആ നിവേദക സംഘത്തിൽ ഒരാളെക്കുറിച്ച് അബ്ദുൽ ഹജർ എന്ന് വിളിക്കുന്നതായി നബിതങ്ങൾ കേട്ടു. നബിതങ്ങൾ അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ അബ്ദുൽ ഹജർ അല്ല, നീ അബ്ദുള്ളയാണ്. ആ പേര് നബിതങ്ങൾ മാറ്റിക്കൊടുത്തു എന്നാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം കാണാം. അതേപ്രകാരം തന്നെ രാജാതിരാജൻ, മലിക്കുൽ മുലൂക്ക്, അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട സ്ഥാനമാണ്. അത് മറ്റൊരാൾക്ക് പേര് വെക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥത്തിൽ ഉറുദുവിൽ വരുന്ന പേരാണ് ഷാഹിൻ ഷാ. പല കുട്ടികളും ഈ പേര് സ്വീകരിച്ചതായ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഷാഹിൻ ഷാ, ഷാഹിൻ ഷാ എന്ന് പറഞ്ഞാൽ മലിക്കുൽ മുലൂക്ക് എന്നാണ് അർത്ഥം, രാജാതിരാജൻ. ആ പേര് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല, അത് അള്ളാഹു മാത്രമാണ്. ഷാഹിൻ ഷാ അള്ളാഹു മാത്രമാണ്, മലിക്കുൽ മുലൂക്ക് അള്ളാഹു മാത്രമാണ്. സുൽത്താനു സലാത്തീൻ, സുൽത്താൻമാരുടെ സുൽത്താൻ, രാജാക്കന്മാരുടെ രാജാവ്, അത് അള്ളാഹു മാത്രമാണ്. അത്തരം പേരുകൾ സ്വീകരിക്കാൻ പാടില്ല. അതോടൊപ്പം നബിമാരുടെ പേരുകൾ സ്വീകരിക്കുന്നതിന് വിരോധമില്ല, മലക്കുകളുടെ പേരുകളും സ്വീകരിക്കുന്നതിന് വിരോധമില്ല. അതെല്ലാം നല്ലതാണ്. ഇനി ഒമ്പതാമത്തതും അവസാനത്തതുമായ കാര്യം, കറാഹത്തായ പേരുകൾ ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞത് ഹറാമായ പേരുകളാണ്, അതോടൊപ്പം കറാഹത്തായ പേരുകളും ഒഴിവാക്കേണ്ടതാണ്. കറാഹത്തായ പേരുകൾ കേട്ടാൽ തന്നെ വെറുപ്പ് തോന്നുന്ന പേരുകൾ. ഉദാഹരണം പറയുന്നുണ്ട് മഹത്തുക്കൾ. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. യുദ്ധം എന്നൊരാൾക്ക് പേരിടരുത്. മുറത്ത് എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാണ് അർത്ഥം. അങ്ങനെ ഒരാൾക്ക് പേരിടരുത്. ഖെൽബ് എന്ന് പറഞ്ഞാൽ നായ എന്നാണ് അർത്ഥം. അങ്ങനെ പേരിടരുത്. ഹയ്യത്ത്, പാമ്പ് എന്നാണ് അർത്ഥം. ഇത്തരം പേരുകളൊന്നും കേട്ടാൽ തന്നെ മനസ്സിന് ഒരു വെറുപ്പ് തോന്നുന്ന തരത്തിലുള്ള പേരുകൾ സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മുടെ കുട്ടികൾക്ക് ഇടാനും പാടില്ല. അർത്ഥമറിയാതെ ഏതെങ്കിലും പദങ്ങൾ കൂട്ടിവെച്ച് പേരുകൾ ഉണ്ടാക്കുമ്പോൾ ഇത്തരം അപകടമായ തലങ്ങളിലേക്ക് ആ പേരുകൾ ചെന്നെത്തുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാതെ പോകുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ആടിനെ ആരാണ് അറക്കുക? കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മുറത്ത് അറക്കും. മുറത്ത് എന്ന ആ സ്വഹാബിയെക്കുറിച്ചാണ് പറഞ്ഞത്. മുറത്ത് അറക്കും. നബിതങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കൂ. ആ മുറത്തിനോട് നബിതങ്ങൾ അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ആടിനെ വീണ്ടും നബിതങ്ങൾ ചോദിച്ചു, ആരാണ് ഈ ആടിനെ അറക്കുക? അപ്പോൾ ഹർബ് അറക്കുമെന്ന് ഒരാൾ പറഞ്ഞു. നബിതങ്ങൾ ഹർബിനോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു. മൂന്നാമത് വീണ്ടും നബിതങ്ങൾ ചോദിച്ചു, ഈ ആടിനെ ആരാണ് അറക്കുക? ആ സമയത്ത് ഒരാൾ പറഞ്ഞു, യഈഷ് അറക്കും എന്ന് പറഞ്ഞു. നബിതങ്ങൾ ആടിനെ അയാളോട് അറക്കാൻ വേണ്ടി പറഞ്ഞു.
അപ്പോൾ ഈ 3 പേരുകളിൽ നിന്ന് അവസാനത്തെ പേരല്ലാത്ത ആദ്യം പറഞ്ഞ 2 പേരുകളും കേൾക്കാൻ വെറുപ്പുള്ള ഒഴിവാക്കപ്പെടേണ്ട പേരുകളാണ് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു ഈ ഒരു സംഭവത്തിലൂടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ 9 കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും പേരിടുന്ന കാര്യത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ വിന നമ്മൾ തിരിച്ചറിയുകയും ചെയ്ത് എല്ലാവരും ഈ കാര്യത്തിൽ ബോധവാന്മാരോ ആവുക. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു തആല നമ്മൾക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.